ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോൻ്റെ ബർത്ത്ഡേ വീഡിയോ ആണ്. നവംബർ 27 അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അന്നത്തെ ഒരു ഡേ ആണ് കാണിക്കാൻ പോകുന്നത്. നവംബർ 27 അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ മോർണിംഗ് നമുക്കൊരു ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് വന്നായിരുന്നു. നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിരുന്നത്. 2 കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്ന ഈ ഡെക്കറേഷൻ ഒന്നും പ്ലാനിങ് അല്ലായിരുന്നു, പെട്ടെന്ന് ചെയ്തതാണ്. കാരണം അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ചേട്ടൻ്റെ അമ്മയുടെ വീട്ടിൽ തൊട്ടടുത്ത് കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം സെറ്റ് ചെയ്ത കേക്ക് അറേഞ്ച്മെൻറ്റ്സ് ആണ് ഫസ്റ്റ് നിങ്ങൾ കണ്ടത്. അപ്പോൾ നമ്മളൊരു വൈകിട്ടൊക്കെ ആയപ്പോൾ കേക്കും എല്ലാം ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നതാണ്. അവിടെ പോയി നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. അവിടെയാണ് അച്ഛനെ വിളിച്ച് പ്രാർത്ഥിച്ചൊക്കെ കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നത്. ഫൈനൽ അവിടെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെയാണ്. പെട്ടെന്നെന്ന് പറഞ്ഞാൽ രാവിലെ തീരുമാനിച്ചു അവിടെ കട്ട് ചെയ്യാം. അങ്ങനെ വൈകിട്ട് രാവിലെ തന്നെ എല്ലാവരെയും പോയി വിളിച്ച് അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ അച്ഛൻ വന്നു. കുറേ നേരം അച്ഛൻ അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്ന് കുട്ടികളൊക്കെ വരണവരൊക്കെ അങ്ങനെയൊക്കെ ഇരുന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങി. 6 മണിക്കാണ് അവിടെ ഫംഗ്ഷൻ വെച്ചത്. നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഒരു 6:30 6:15 ആയിട്ടുണ്ടായിരുന്നേ. കുട്ടികളൊക്കെ അപ്പോഴത്താണ് എത്തി തുടങ്ങിയത്. ഒരു 10 അച്ഛൻ പ്രാർത്ഥന തുടങ്ങി ഒരു 5 മിനിറ്റിൻ്റെ അകത്ത് വെച്ച് കുട്ടികളൊക്കെ അവിടെ എത്തി തുടങ്ങിയായിരുന്നേ. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കേക്ക് കട്ടിങ് ആയിരുന്നു. നമ്മൾ എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന അവിടെ വെച്ചാണ് കേക്ക് കട്ടിങ്. വേറെ ആരുമില്ല, എൻ്റെ ഫാമിലി, ചേട്ടൻ്റെ ഫാമിലി, ഇത്ര പേര് മാത്രം വെച്ച് കേക്ക് കട്ട് ചെയ്യാം എന്ന് മാത്രമാണ് ചിന്തിച്ചത്. പിന്നെ ലാസ്റ്റ് കൊണ്ടുവച്ചാണ് നമുക്കിവിടെ ഒരു കേക്ക് കട്ട് ചെയ്യാം, പിള്ളേർക്കൂടെ കൊടുക്കാം, അങ്ങനെയൊക്കെ വെച്ച് ചെയ്തത്. അപ്പോൾ നമ്മൾ ഫൈനലി കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ കേക്ക് കൂടെ ആശീർവദിച്ചതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അവനാണെങ്കിൽ ഈ കേക്ക് കണ്ടപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി, എന്താ പറയുക, 1 വയസ്സിന് അവന് ഓർമ്മ കാണുമല്ലോ, ഭയങ്കര അലിമ്പൊക്കെ ആയിരുന്നു. പക്ഷെ 2 വയസ്സിന് ഭയങ്കര ഇതായിരുന്നു. അതിൻ്റെ ഇടയിൽ കേക്ക് കട്ട് ചെയ്യണം നമ്മളെ ഈ പിടുത്തത്തിൻ്റെ ഫോഴ്സ് കാരണം കത്തിയും ഒടിഞ്ഞു. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ആണ് അത് കട്ട് ചെയ്തത്. പിന്നെ അവസാനം ഞാനൊന്ന് ചമ്മിയായിരുന്നു, അത് പറയാം. കേക്ക് കട്ട് ചെയ്ത് അച്ഛൻ വീണ്ടും ഹാപ്പി ബർത്ത്ഡേ ടു യു ഒക്കെ ഭയങ്കര പാട്ടൊക്കെ പാടി. ഞാൻ അവന് ഫസ്റ്റ് ഒരു കേക്ക് വെച്ച് കൊടുത്തു വായിൽ. അടുത്ത് ചേട്ടനും വെച്ച് കൊടുത്തു. ഇതിൻ്റെ ഇടയിൽ അവരെല്ലാവരും പറയുന്നുണ്ട് അമ്മയ്ക്ക് അച്ഛന് കൂടുന്നൊക്കെ. വീണ്ടും നമ്മൾ അതിൽ നിന്നൊരു പീസ് കൊടുത്ത് അവൻ്റെ കയ്യിലെടുത്ത് കൊടുക്കുകയാണ്. ആർക്കെങ്കിലും അവൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ്. ഇതിൻ്റെ ഇടയിൽ അച്ഛന് കൊടുന്ന് പറഞ്ഞപ്പോൾ കറക്റ്റ് അച്ഛന് കൊടുത്തു. പക്ഷെ അമ്മയ്ക്ക് കൊടുന്ന് പറഞ്ഞപ്പോൾ അവൻ കേട്ടില്ല. അവിടെ എല്ലാവരും ആകുമ്പോൾ അവൻ എന്നെ പ്ലിങ് ആക്കി എന്നാണ് സത്യം. അവൻ ഒറ്റയ്ക്ക് കേക്കൊക്കെ എടുത്ത് തിന്നുന്നത്. എന്നെപ്പോലെ ഭയങ്കര കേക്ക് ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ക്രീം കേക്ക് മാത്രമേ ഞാൻ കഴിക്കും, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ പോയാലും വെറുതെ വിടത്തില്ല. അപ്പോൾ ആൾക്ക് ഇതുപോലെ കേക്ക് ഈ മധുരമൊക്കെ ആയിട്ട് നല്ല ഹൈപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛന് കൊടുന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ അവന് വെച്ച്, എന്നിട്ട് 2ാമത് അച്ഛന് കൊടുത്തു. അടുത്ത അമ്മയ്ക്ക് കൊടുന്ന് പറഞ്ഞൊരു പീസ് എടുത്ത് കൊടുത്തപ്പോൾ അവൻ അമ്മയ്ക്ക് തന്നില്ല. അവൻ സ്വന്തമായിട്ട് കഴിച്ചിട്ട് മിണ്ടാതിരുന്നു. നിങ്ങളിതിപ്പോൾ കാണാം. ഞാൻ ചെറുതായിട്ടൊന്ന് എല്ലാവരും മുമ്പും ഒന്ന് ശശിയായിട്ടുണ്ട്. ഞാൻ വായിക്ക് എടുത്ത് കൊണ്ടുപോയി, പക്ഷെ എനിക്കവൻ അടുത്തൂടെ പോലും തന്നില്ല. പിന്നെ നമ്മളവിടെ വെച്ച് ഫോഴ്സ് ചെയ്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു അവൻ തരും. അമ്മയ്ക്ക് താന്ന് പറഞ്ഞ് അവൻ തന്നാൽ അവൻ എനിക്ക് തരും. ഞാനവിടെ അതിനൊന്നും എഫേർട്ട് എടുത്തില്ല. അങ്ങനെ അവിടുത്തെ ഫങ്ഷനൊക്കെ കഴിഞ്ഞു. അവിടെ വേറെ ഒന്നുമില്ലായിരുന്നു, കേക്ക് കട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മുട്ടായി, അങ്ങനെയൊക്കെ വേറെ പരിപാടീസ് ഒന്നും അവിടെ ഇല്ലായിരുന്നു. അവിടെ നിന്ന് നമ്മളൊരു 7:30 അകത്ത് വെച്ച് ഇറങ്ങി. അവിടെ നിന്ന് നേരെ നമ്മുടെ അവിടെ തോട്ടങ്കര പോയി നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാം. അടുത്ത കേക്ക് കട്ടിങ് അവിടെ ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. വീട്ടിൽ പോയിട്ടാണ് ഇനി അവിടെ പോയിട്ടാണ് എല്ലാം ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് അങ്ങനെ നിൽപ്പായിരുന്നേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഗിഫ്റ്റ് എടുക്കലൊക്കെ ആയിരുന്നു. നമ്മുടെ അണ്ണനും അമ്മയും അങ്ങനെ മഞ്ജു ചേച്ചി അങ്ങനെ കുറേ എല്ലാവരുമായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ്. ആ റോസ് ഇട്ടിരിക്കുന്നതാണ് മഞ്ജു ചേച്ചിയെ. എനിക്ക് നേരെ എടുക്കാൻ പറ്റിയില്ല. കുട്ടികളൊക്കെ എല്ലാവരുമായിട്ടല്ലേ കൊണ്ടുവന്നേ. ഇതിൻ്റെ ഇടയിൽ ഭയങ്കര അലിമ്പായിരുന്നു. അവൻ എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടണം. കുട്ടികളോട് കളിക്കണം. അവൻ ഭയങ്കര ഇവിടെ എന്താ പറയുക, അവനെന്തോ സ്വർഗം കിട്ടിയതുപോലെയായിരുന്നു എല്ലാവരും ഇങ്ങനെയൊക്കെ വന്നപ്പോൾ. അപ്പോൾ മഞ്ജു ചേച്ചി ആ റോസ് ചുരിദാർ ഇട്ടിരിക്കണം മഞ്ജു ചേച്ചി തന്ന ഗിഫ്റ്റാണ്. എനിക്ക് സത്യം പറഞ്ഞ ടെഡി ബിയർ കിട്ടിയപ്പോൾ എനിക്കെന്തോ സ്വർഗം കിട്ടിയ പോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടെഡി ബിയർ. പിന്നെ 2ാമത് കിട്ടിയ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആ ചേച്ചിയും ഹസ്ബൻഡുമായിട്ട് വന്നതാണ്. ആ ചോക്ലേറ്റ്സ്, ഈ ചോക്ലേറ്റ്സും അവന് കൊടുത്ത ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നതാണ്. അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി. അതാണ് ഇത്ര ഇരുട്ടായിട്ട് തോന്നിക്കുന്നത്. കറണ്ട് പോയി ഒരു എത്ര
ഒരു 1 മണിക്കൂറോളം പിന്നെ അവിടെ കറണ്ടേ ഇല്ലായിരുന്നു. ഈ അവസ്ഥയായിരുന്നു. ഞാൻ ഫ്ലാഷൊക്കെ ഇട്ടാണ് പിന്നെ എന്ത് ചെയ്യുക വീഡിയോ ഒക്കെ എടുത്തത്. കേക്ക് നമ്മൾ അവിടെ ആ ഒരു കേക്ക് ഫുള്ള് നമ്മൾ എന്ത് ചെയ്തു അവിടെ തന്നെ എന്ത് ചെയ്തു തീർത്ത് കൊടുത്തു. കാരണം നമുക്ക് വേറെ കേക്ക് വീട്ടിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ വേണ്ടല്ലോ എന്ന് വിചാരിച്ച് അവർക്ക്. പിന്നെ എന്ത് ചെയ്യുക ചേച്ചിക്കൊക്കെ ഉമ്മയൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. കാരണം വീട്ടിൽ പോയിട്ടാണ് ഡെക്കറേഷനൊക്കെ ചെയ്യേണ്ടത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിയത് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലായിരുന്നു. അവിടുത്തെ ഡെക്കറേഷൻ ഇതൊക്കെയായിരുന്നേ. പെട്ടെന്നെല്ലാം ചെയ്തതാണ്. പക്ഷെ ഇത് എളുപ്പമുണ്ട്. നമ്മൾ ഈ സെറ്റോടെ നമുക്ക് എല്ലാം വരണോണ്ട് നല്ല എളുപ്പമുണ്ടായിരുന്നു. ചേട്ടൻ ബലൂണൊക്കെ പെരുക്കി തന്നു. എൻ്റെ അനിയത്തി ഒരു സൈഡിൽ നിന്ന് ഹെൽപ്പ് ചെയ്തൊക്കെ അങ്ങനെ എന്ത് ചെയ്ത് പെട്ടെന്ന് നമ്മൾ അവിടുത്തെ പരിപാടിയും കഴിച്ചു. പിന്നെ ഇത് ഡെക്കറേഷൻ ചെയ്തതിന് ശേഷമാണ് നമുക്ക് കേക്ക് എടുക്കാൻ പോയി. അപ്പോൾ അമ്മ അവിടെ സീരിയൽ കാണലാണ്, എൻ്റെ അമ്മ വേറൊരു പരിപാടിയാണ്. ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നതാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഒരു കേക്ക് ഫംഗ്ഷൻ മാത്രമേ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് എല്ലാ തീമൊക്കെ ആയിട്ട് കറക്റ്റാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ പറയുക, ഈ നമ്മൾ ഈ കളറിന് വേണ്ട ഡ്രസ് കോഡ് ഇങ്ങനെ പച്ച, കേക്ക് പച്ച, ഡെക്കറേഷൻ പച്ച എല്ലാം ഇതായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് കേക്ക് കട്ടിയത് ഒരു പ്ലാനിങ്ങും ഇല്ല. നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കടയിൽ പോയാണ് സാധനങ്ങളൊക്കെ വാങ്ങിയത്. പെട്ടെന്ന് പോയി വാങ്ങി പെട്ടെന്നെല്ലാം ചെയ്തത്. അപ്പോൾ നമ്മളെ കേക്ക് കട്ടിങ് അവിടുത്തെ സ്റ്റാർട്ട് ചെയ്തേ. ഇതിൽ ഞാൻ എന്ത് ചെയ്തു അടി പിടിച്ച് എനിക്ക് ഫസ്റ്റ് മക്കളെ അമ്മയ്ക്ക് താ എന്ന് പറയുമ്പോൾ അവൻ എനിക്ക് വായിൽ വെച്ച് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കാരണം ഇവിടെയെങ്കിലും നമ്മൾ ശശിയാവരുതല്ലോ എന്ന് വിചാരിച്ചാണ് അവനെ വിട്ട് എന്ത് ചെയ്ത് ആദ്യമേ താന്ന് പറഞ്ഞ് ഞാൻ വായും കൊണ്ടുപോയി ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തു വായിൽ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അവനും കൊടുത്തു. അവന് ഈ കേക്ക് ഞാൻ പറഞ്ഞില്ല ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവൻ കുറേ നേരം അന്ന് എല്ലാവരും പറഞ്ഞു കേക്ക് കൊടുക്കരുത് പനി വരും. കാരണം തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ ദിവസം അവൻ്റെ വഴിക്ക് കിട്ടിക്കണം, അവന് ഇഷ്ടമുള്ള എത്ര വേണോ അവൻ കഴിക്കട്ടെ, ഒരു കുഴപ്പമില്ല. അങ്ങനെ പിന്നെ 2 അമ്മമാർക്കൊക്കെ കേക്ക് കൊടുത്തു. ചേട്ടൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് അവിടെ നിന്ന് കേക്കൊക്കെ കൊടുത്തു. പിന്നെ എൻ്റെ അനിയത്തിക്ക് ഞാൻ കേക്ക് കൊടുത്തു. പിന്നെ ഇവിടെ നിന്ന് നമ്മളെ ഗിഫ്റ്റ് ഐറ്റംസ് ഞാൻ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ അത് ലാസ്റ്റ് എടുക്കാൻ മറന്നതാണ്. അവന് സർപ്രൈസായിട്ട് അവൻ പോലും കാണാതെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. മോന് അവൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അവൻ്റെ റൂമിൻ്റെ അകത്ത് ലോക്ക് ചെയ്താണ് ഞാൻ വീട്ടിനകത്ത് അവന് വേണ്ടിയിട്ടുള്ള അവൻ്റെ ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാനതങ്ങ് മറന്നായിരുന്നേ. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്തേ ആ ഗിഫ്റ്റ് എടുത്തിട്ട് വന്ന് അവന് കൊടുത്തത്. ഞാൻ എടുത്തിട്ട് തരണം പറഞ്ഞാൽ അവൻ്റെ കുഞ്ഞു വണ്ടിയാണേ. എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തു അവന് വാങ്ങിയതാണ്. ക്വാളിറ്റി ചേട്ടൻ പറഞ്ഞു ഇപ്പോൾ വാങ്ങണ്ട പിന്നെ വാങ്ങാം, ക്വാളിറ്റി കാണത്തില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് ഇന്ന് തന്നെ അവന് എന്തെങ്കിലും കൊടുക്കണം. പൈസ ഇല്ലാത്ത വേറൊരു കാര്യം, എൻ്റെ ഉള്ള പൈസ കൊണ്ട് അവൻ എത്തോ പോട്ടെ അപ്പോഴത്തെ അവൻ്റെ ആ സന്തോഷം മുഖത്തുള്ള ചിരി എനിക്ക് കാണണമെന്ന് പറഞ്ഞ് ഞാൻ അവന് കൊടുത്തു. അവൻ്റെ മുഖത്തുള്ള ആ ചിരി നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്കൊന്നും ചെറുതിൽ ഇതിൻ്റെ ഭാഗ്യം പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞിന് ഇതൊക്കെ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനും ചേട്ടനും എന്ത് ചെയ്യും മാക്സിമം അവനെ ഹാപ്പിയൊക്കെ നോക്കിയിട്ടുണ്ട്. എന്തു പറയുക, ഞാൻ വിചാരിച്ചതിനേക്കാളും മനോഹരമായിട്ട് അവൻ്റെ ബർത്ത്ഡേ ഒക്കെ എന്ത് ചെയ്തു അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എല്ലാം നല്ല രീതിയിൽ അറേഞ്ച്മെൻ്റൊക്കെ ചെയ്ത് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലൊക്കെ ചെയ്ത് അങ്ങനെ എല്ലാം അവസാനം നല്ല ഭംഗിയായിട്ട് അവസാനിച്ചു. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഫുള്ള് പിന്നെ അവൻ കളി തന്നെയായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് അച്ഛനും മോനുമായിട്ടായിരുന്നു ഈ കളി. ആ വണ്ടിയുടെ ഗതി തീർന്നു. അവൻ അതിൽ നിന്ന് എണീക്കാൻ അവനെ സമ്മതിക്കുന്നില്ലായിരുന്നു. അവന് ആ വണ്ടി വേണം, അവന് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. നമ്മൾ 1 വയസ്സിന് കൊടുത്ത ജീപ്പാണ് ബാക്കിൽ കിടക്കുന്നത്. അതും അവന് ഉപയോഗമില്ലെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു. അവൻ്റെ ഇപ്പോൾ ആവശ്യമില്ല. പക്ഷെ അവൻ്റെ മുഖത്തുള്ള ആ സന്തോഷം കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് അത് വാങ്ങിച്ചു കൊടുത്തതാണ്. എല്ലാം ഫ്രഷ് ആയിട്ടൊക്കെ ഞാൻ എന്ത് ചെയ്തു ഒന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞ് കിടന്നായിരുന്നു. അത്രയ്ക്ക് ടയേർഡായിരുന്നു. ലവ് യു ഓൾ. ടാറ്റാ.